പ്രിയ പ്രേക്ഷകരെ, ഇത് എടുത്തു പറയേണ്ടത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിവരം പുറത്തു വന്നത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരുപക്ഷെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യാത്രയയപ്പ്, അങ്ങനെയുള്ള ഒരു യാത്രയയപ്പിനാണ് യഥാർത്ഥത്തിൽ ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവായിരുന്നു അയത്തുള്ള അലി ഖമനേയി എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന്, അതായത് അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഈ ഖമനേയി കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. 2026 ഫെബ്രുവരി 28-നായിരുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാനുമേൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ വിവരം അന്ന് അധികം പുറത്തുവിട്ടിരുന്നില്ല എന്നതാണ്. പിന്നീടാണ് ഖമനേയിയും കൊല്ലപ്പെട്ടു എന്ന വിവരമൊക്കെ സ്ഥിരീകരിച്ചത്. തീർച്ചയായും ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെടുന്നു എന്നത് അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായ ഒന്ന് തന്നെയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഖമനേയി കൊല്ലപ്പെട്ട 106ാമത്തെ ദിവസമാണ് ഈ ഖമനേയിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഓർക്കുക, ഫെബ്രുവരി 28-നായിരുന്നു ഖമനേയി കൊല്ലപ്പെട്ടത്. അങ്ങനെ ഖമനേയി കൊല്ലപ്പെട്ട ഖമനേയിയുടെ സംസ്കാരം എന്നത് ജൂലൈ 9-നാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസങ്ങൾക്ക് ശേഷം ആണ് ഖമനേയിയുടെ സംസ്കാരം നടത്താൻ പോകുന്നത്. അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ അറിയിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ഒരു മറുപടി കൂടിയായി നൽകുക എന്ന നിലയിലുള്ള സംസ്കാരത്തിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ജൂലൈ 4 മുതൽ, അതായത് ഇറാന്റെ പ്രാദേശിക സമയവും തീയതിയും അനുസരിച്ചാണ് പറയുന്നത്. ജൂലൈ 4-ന് പുലർച്ചെ 6 മണിക്ക് ആണ്, ഇറാന്റെ പ്രാദേശിക സമയം പുലർച്ചെ 6 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങ് ഔദ്യോഗികമായി ആരംഭിക്കുക. ഇപ്പോൾ തന്നെ ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ ടെഹ്റാനിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ജൂലൈ 4-ന് ആരംഭിച്ച് 9-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇനി വിലാപയാത്രയുടെ ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ, രാജ്യത്ത്, അതായത് ഇറാനിൽ തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന, രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും കവർ ചെയ്യപ്പെടുന്ന, പുണ്യനഗരങ്ങളിലൂടെ കവർ ചെയ്യപ്പെടുന്ന ഒരു വിലാപയാത്രയാണ്. ഈ വിലാപയാത്രയിൽ മൃതദേഹം എങ്ങനെയാണ് എത്തിക്കുക എന്നതൊക്കെ ഇപ്പോൾ ചിത്രങ്ങളായി പുറത്തു വന്നിട്ടുണ്ട് എന്നത് നമ്മൾ ന്യൂസ് ടെൻസിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഇനി ഇതാ ഈ വിലാപയാത്രയുടെയും പൊതുദർശനത്തിൻ്റെയും ഒരു ഡേറ്റയിലേക്ക് പോകുമ്പോൾ, ടെഹ്റാനിലെ മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ആണ് ഈ 3 ദിവസത്തെ പൊതുദർശനം എന്നത്. അതായത് ആളുകൾക്കും മറ്റുമൊക്കെ കൂടുതൽ വിശദമായി കാണുന്നതിന് വേണ്ടി ടെഹ്റാനിൽ 3 ദിവസത്തെ പൊതുദർശനം കൂടിയാണ് നടക്കുന്നത്. ഒപ്പം ഷിയ പുണ്യനഗരങ്ങളിൽ ഉൾപ്പെടെ ഖോം ആണ് ആ പുണ്യനഗരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഇറാഖിലെ നജാഫിലും കർബലയിലും ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോവുകയും പൊതുദർശനത്തിന് അവസരമൊരുക്കുകയും ചെയ്യും. നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംശയം, നമ്മുടെ സംസ്ഥാനത്തൊക്കെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്നാണ് ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടില്ല എന്നതായിരുന്നു. പക്ഷേ അതിന് ഷിയ പുരോഹിതർ നൽകുന്ന മറുപടി ഇത്തരത്തിൽ മതം അതിന് അനുവദിക്കുന്നുണ്ട് എന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ എംബാം ചെയ്യുക എന്നൊരു പ്രൊസീജിയർ അവർക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് മൃതദേഹം എംബാം ചെയ്തിട്ടില്ല, ഫ്രീസറിൽ തന്നെയാണ് ഇത്രയും ദിവസം സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് ഇറാനിലെ പുരോഹിതർ പറയുന്നത്. ഇനി ഇതാ നമ്മൾ ഈ മൃതദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഡേറ്റയിലേക്ക് പോകുമ്പോൾ, ടെഹ്റാൻ എന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ടെഹ്റാനിലേക്ക് ഒഴുകുന്നുണ്ട്. ടെഹ്റാൻ എന്നതാണ് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടം എന്നതാണ്. അവിടെയാണ് പ്രസിഡന്റിന്റെ ആസ്ഥാനം എന്നത് എടുത്തു പറയണം. ഒപ്പം പാർലമെന്റ് മന്ദിരം, ജുഡീഷ്യറിയുടെ ആസ്ഥാനം, സൈനിക കേന്ദ്രം, തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെല്ലാം ടെഹ്റാനിൽ ആണ് ഉള്ളത്. അപ്പോൾ ഈ ടെഹ്റാനിൽ ആണ് പ്രധാനമായും പൊതുദർശനം നടക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം സൂചിപ്പിച്ചു മൊസല്ല പ്രാർത്ഥനാ സമുച്ചയം. ഈ മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൻ്റെ പ്രത്യേകത എന്നത് അത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരവേദിയാണ്. ആചാരവേദി, അതായത് ഇറാനിലെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണിത്. വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്ന ഇടം ആണത്. പ്രധാനപ്പെട്ട അനുസ്മരണങ്ങൾ, മതപുരോഹിതർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുസ്മരണങ്ങൾ എല്ലാം നടക്കുന്നത് ഈ മൊസല്ല പ്രാർത്ഥനാലയത്തിലാണ്. മതപരമായ ഒത്തുചേരലുകൾക്ക് കൂടി വേദിയാകുന്ന മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ആണ് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ച പുണ്യനഗരമായ ഖോമിലേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് റസാവി ഖൊറാസാൻ പ്രവിശ്യയിൽ ഖമനേയിയുടെ ജന്മനാട്, അത് ഈ പ്രവിശ്യയിലെ ഖൊറാസാൻ പ്രവിശ്യയിലെ മഷാദ് എന്ന് പറയുന്ന ഇടമാണ്. ഈ മഷാദിലെ ഇമാം റൈസ എന്ന് പറയുന്ന പള്ളി,
ആ പള്ളിയിലാണ് ഈ മൃതദേഹത്തിൻ്റെ മറ്റു ചടങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഖബറടക്കം നടക്കുന്നത്. ഖബറടക്കം സൂചിപ്പിച്ചു. റസാബി ഖുറൈസാൻ പ്രവിശ്യയിൽ ഖമനേയിയുടെ ജന്മനാട് കൂടിയാണ്. പ്രിയ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ യുദ്ധത്തിൽ രണ്ടു പക്ഷത്തുമൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്നവർ, അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർ, ഇസ്രായേലിനെ ശരിവെക്കുന്നവർ. എന്തു തന്നെയാണെങ്കിലും ഇറാൻ ജനതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള ഖമനേയി എന്നത് ഒരു വൈകാരികമായ വികാരമാണ്. അവിടെ ഇതാ ഈ ഖമനേയിയുടെ ജന്മസ്ഥലം തന്നെയാണ് മഷാദ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് ഇമാം റൈസ പള്ളിയിൽ ഈ ഖബറടക്കം ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രാധാന്യവും സൂചിപ്പിക്കുമ്പോൾ ഈ ഇമാം റൈസ പള്ളിയുടെ ഒരു പ്രത്യേകത, അത് ഇറാന്റെ പുണ്യനഗരത്തിൽ ആണ് ഉള്ളത് എന്നതാണ്. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇമാം റൈസ പള്ളി. ഖമനേയി ജനിച്ച സ്ഥലം എന്നത് സൂചിപ്പിച്ചു. ഖമനേയി ജനിക്കുകയും ഖമനേയിയുടെ കൗമാര യൗവന കാലങ്ങളിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുകയും ചെയ്ത സ്ഥലം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറാന്റെ ചരിത്രത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഖബറടക്കം പങ്കാളിത്തം കൊണ്ട് നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഇതിനു മുമ്പ് ഖമനേയിയുടെ മൃതദേഹം സംസ്കരിച്ചപ്പോഴായിരുന്നു അത്തരത്തിൽ ഒരു വലിയ സംസ്കാര ചടങ്ങ് നടന്നത്. അന്ന് 1 കോടിയോളം ആളുകൾ ആണ് പങ്കെടുത്തതെങ്കിൽ ഇപ്പോഴിതാ ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരത്തിന് 2 കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കും എന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അതായത് ഇറാനിലെ ജനത, ഇറാഖിലെ ജനത, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ ആൾക്കൂട്ടങ്ങൾ എത്തിയേക്കാം. ഇന്ത്യയിൽ നിന്ന്, കശ്മീരിൽ നിന്ന് പോലുമൊക്കെയുള്ള ഷിയ വിഭാഗത്തിലുമൊക്കെ പെട്ട ആളുകൾ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 90 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, നേതാക്കൾ, ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തും. അങ്ങനെ 2 കോടിയിലധികം പേർ ഈ സംസ്കാര ചടങ്ങിൽ ഭാഗമാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, മാധ്യമപ്രവർത്തകരുടെ എണ്ണം മാത്രം തിട്ടപ്പെടുത്തുന്നത് 14,000-ഓളമാണ്. അതായത് ജൂലൈ 4 മുതൽ 9 വരെയുള്ള സംസ്കാര ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് 14,000-ഓളം മാധ്യമപ്രവർത്തകർ എത്തും എന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കം ഈ സംസ്കാര ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു എന്നതാണ്. വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ബീഹാർ ഗവർണറും ഈ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രതിനിധി എന്ന നിലയിൽ ഔദ്യോഗികമായി തന്നെ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രിക്ക് നേരത്തെ നിശ്ചയിച്ച മറ്റു പരിപാടികൾ, വിദേശ സന്ദർശനം അടക്കമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽസ് ഇവരായിരിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷന്, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്, PDPയുടെ അധ്യക്ഷന് ഒക്കെ ഈ ക്ഷണമുണ്ട് ഈ ചടങ്ങിലേക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. PDPയുടെ പ്രതിനിധിയും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. BJP പ്രതിനിധി പങ്കെടുക്കുമോ എന്നതിൽ BJP ഔദ്യോഗികമായി ഇതുവരെ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയാണ് എങ്കിലും ഒരുപക്ഷെ ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ്. പ്രത്യേകിച്ച് ഈ കോടിക്കണക്കിന് ജനങ്ങൾ, അതിൽ 2 കോടി ജനങ്ങൾ ഒരുമിച്ചൊരേ സമയം എത്തും എന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ജൂലൈ 4 മുതൽ 9 വരെ വിവിധ ഘട്ടങ്ങളിലായി 2 കോടി പേർ ഈ സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ്. അപ്പോൾ പോലും ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകും. അവരെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ഉദ്യമം. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഖമനേയിയുടെ മൃതദേഹം സംസ്കരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു 1 കോടിയോളം വരുന്ന ആളുകൾ പങ്കെടുക്കുകയും ആൾക്കൂട്ടം നിയന്ത്രണം വിടുകയും അങ്ങനെ വലിയ മരണങ്ങൾ അടക്കം ഏതാണ്ട് 2000-ലധികം ആളുകളൊക്കെ അന്ന് മരണപ്പെട്ടു എന്നാണ്. അത് ഒഫീഷ്യലി ഇറാൻ ഇപ്പോഴും പറയുന്നില്ല. എന്താണേലും മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് വരെ നീട്ടിവെക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രത്യേകമായ ജാഗ്രതയുണ്ട്. വിലാപയാത്ര കടന്നു പോവുക എന്നത് ഏറെ ശ്രമകരമാണ്. പ്രത്യേകിച്ച് ഈ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതിലേക്ക് ആളുകൾ കൂടുതൽ അടുത്തെത്താതെ നോക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം അതിസൂക്ഷ്മമായ സുരക്ഷ, അതായത് ലോക നേതാക്കൾ എല്ലാവരും ഒരേ സമയം പങ്കെടുക്കുന്ന വേദികളുണ്ടാകും. അവിടെയൊക്കെ ലോകരാജ്യത്തെ നേതാക്കളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പക്ഷേ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും കനത്ത സുരക്ഷ കൂടിയാണ് ഇറാൻ ഈ ചരിത്രപരമായ ഒരു യാത്രയേപ്പ്, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സംസ്കാര ചടങ്ങിന് ഇറാൻ തയ്യാറെടുക്കുമ്പോൾ നടത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.